ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തൻ. ഇന്ന് ഞാൻ ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഏകാദശി വർഷത്തിൽ 24, 25 ഏകാദശി ഉണ്ടെന്ന് പറയുന്നു. അതായത് ഒരു മാസം 2 ഏകാദശി വരും. അപ്പോൾ എങ്കിലും ഒരു ഏകാദശി നമ്മൾ പിടിക്കുമല്ലോ. അപ്പോൾ ഏകാദശിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്രതമാണ് ഏകാദശി വ്രതം. അംബരീഷ് മഹാരാജാവ് ഏകാദശി വ്രതം എടുത്തു, അതിൻ്റെ ഫലമുണ്ടായി. അപ്പം ഈ മാസത്തെ, അതായത് മാർച്ച് മാസത്തെ ശുക്ലപക്ഷ ഏകാദശി വരുന്നത് മാർച്ച് 10-ാം തീയതി. അത് അമലക്കി ഏകാദശിയാണ് ഈ മാസം 10-ാം തീയതി വരുന്നത്. അപ്പോൾ 9-ാം തീയതി നമ്മൾക്ക് ഒരിക്കൽ ഊണെടുത്ത് ഏകാദശി നോമ്പെടുക്കാം. 10-ാം തീയതി ഉപവാസം എടുക്കുന്നവർക്കെടുക്കാം. കാരണം ശാരീരിക അസ്വസ്ഥത ഉള്ളവർ ഉപവാസമെടുത്ത് നമ്മൾക്ക് ഭഗവാന്റെ നാമം ജപിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അസുഖമുള്ളവർ അങ്ങനെ എടുക്കണ്ട. അവർക്ക് എന്തെങ്കിലും പഴങ്ങളോ പാലോ നട്ട്സോ ഒക്കെ കഴിച്ച് വ്രതം എടുക്കാം. പിന്നെ 11-ാം തീയതിയാണ് പാരണ വിടുന്നത്. 11-ാം തീയതി 6:30-ക്ക് ശേഷം, രാവിലെ 6:30-ക്ക് ശേഷം നമ്മൾക്ക് പാരണ വിടാം. പിന്നെ 10-ാം തീയതി ഹരിവാസര സമയത്ത് ഭഗവാൻ ഭൂമിയിൽ ഉണ്ടാകുന്ന ദിവസമാണ്. ആ സമയം നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ, കീർത്തനങ്ങൾ, വിഷ്ണു സഹസ്രനാമങ്ങൾ, ഭഗവത്ഗീത ഒക്കെ നമ്മൾക്ക് വായിക്കാം. ആ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ ഭഗവാന്റെ നാമങ്ങളിൽ മുഴുകിയിരിക്കുക. പിന്നെ ഈ അമലക്കി ഏകാദശി എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്കയുമായിട്ടുള്ള ബന്ധമാണ് ഉള്ളതാണ്. അതായത് ചിത്രസേന എന്ന മഹാരാജാവ് അമലക്കി ഏകാദശി എടുക്കുകയും ശത്രുക്കളിൽ നിന്ന് ഭഗവാൻ നെല്ലിമരത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചിത്രസേനനെ രക്ഷിക്കുന്ന ഒരു കഥയുമുണ്ട്. അപ്പോൾ ഈ നെല്ലിക്ക മരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമലക്കി ഏകാദശി. അതായത് ഈ ഏകാദശി ദിവസം നമ്മൾ നെല്ലിമരത്തിൽ ഒരു 4 പ്രദക്ഷിണമൊക്കെ ചെയ്ത് കുറച്ച് നെല്ലിക്ക കിട്ടുമെങ്കിൽ അതെടുത്ത് വിഷ്ണു ഭഗവാന്റെ പ്രാധാന്യം, ശുക്ലപക്ഷ ഏകാദശി എന്ന് പറയുന്നത് വിഷ്ണുവിന് പ്രാധാന്യമുള്ള ഏകാദശിയാണ്. അപ്പോൾ അമ്പലത്തിൽ അന്ന് ഭഗവാന് നേദിക്കാനായിട്ട് കുറച്ച് നെല്ലിക്ക കയ്യിൽ കിട്ടുമെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ നെല്ലിക്ക പ്രദക്ഷിണമൊക്കെ നല്ലതാണ് ചെയ്യുന്നത്. അമലക്കി ഏകാദശി മാർച്ച് 10-ാം തീയതിയാണ് വരുന്നത്. ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ്. വിഷ്ണുവിനാണ് കൂടുതൽ പ്രാധാന്യം. വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോവുക. അങ്ങനെ ഏകാദശി നോമ്പിൻ്റെ ഏതെങ്കിലും ഒരു ഏകാദശി നമ്മൾ പിടിക്കുന്ന അതിൻ്റേതായ നോമ്പുണ്ട്. ഗുരുവായൂർ ഏകാദശിയോ വൈകുണ്ഠ ഏകാദശിയൊക്കെ എടുത്തെങ്കിൽ ഒരു കോടി നമ്മൾക്ക് പുണ്യമാണ്. അപ്പോൾ ഏകാദശി എടുക്കുന്നതിന് അതിൻ്റേതായ കോടി പുണ്യങ്ങളുണ്ടാവും. നമുക്ക് വൈകുണ്ഠാധിപനിൽ നിന്ന് ഒരു രക്ഷയും ഉണ്ടാകും. അംബരീഷ് മഹാരാജാവിനെ രക്ഷിച്ചില്ല. ദുർവാസാവിൽ നിന്ന് അംബരീഷ് മഹാരാജാവിനെ രക്ഷിച്ചത് തന്നെ ഈ ഏകാദശി വ്രതത്തിൻ്റെ കാഠിന്യമാണ്. അപ്പോൾ അമലക്കി ഏകാദശി എന്ന് പറഞ്ഞത് നെല്ലിക്കയുമായിട്ടുള്ള ബന്ധമുള്ള ഒരു ഏകാദശിയാണ്. മാർച്ച് 10-ാം തീയതിയാണ് വരുന്നത്. ഹരേ കൃഷ്ണ, സർവകൃഷ്ണ അർപ്പണ.